വായോ നമുക്ക് ചായയുടെ കൂടെ ഇന്നൊരു സാധനമൊക്കെ ഉണ്ടാക്കാം. അല്ലാതെ ഇന്ന് ചായയുടെ കൂടെ ഒന്നും ഇരിപ്പില്ല. അല്ലാതുള്ളത് നമുക്കപ്പോൾ തന്നെത്താനെ ഉണ്ടാക്കി നമുക്ക് തന്നെത്താനെ കൊണ്ട് കഴിക്കാം. അപ്പോൾ നമ്മളിന്നേ നമുക്കൊരു കാര്യം ചെയ്യും, 2 ഐറ്റം ഉണ്ടാക്കാമെന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഒന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ഇച്ചിരി പനീറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കണം. ഒന്ന് ബേസണും ബ്രെഡും ഒക്കെ വെച്ചിട്ടുണ്ടാക്കണം. അതിന് 2 മുട്ടയും വേണം, ബേനും ഒക്കെ വേണം. അതൊക്കെ ഇനി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാമേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കട്ടെ ഇനിയും. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനുള്ളതിൻ്റെ പരിപാടി ചെയ്യാമേ. അപ്പോൾ അതിന് എന്താണ്, ഇച്ചിരി ഉള്ളി പിന്നെ വെളുത്തുള്ളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ഇനി നമുക്കൊരു തക്കാളിക്കയും കൂടി വേണം. അതും കൂടി ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ, മറന്നുപോയി. ഇതിനകത്ത് ഇച്ചിരി ഒരു തക്കാളിക്കയും കട്ട് ചെയ്തിട്ടു, ഇച്ചിരി മല്ലിയിലയും ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഇച്ചിരി മുളക് പൊടി ഇടണം. മുളക് പൊടി ഒരു സ്വല്പം. പിന്നെ നമുക്കൊരു ഇച്ചിരി ക്രഷ് ചെയ്ത മുളക് ഇടാം. പിന്നെ നമുക്ക് കുറച്ച് ബേസൻ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വിസ്ക് ഉപ്പ് ഇടണം. ഇട്ടിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. അത് നമുക്ക് ഇത് നടക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടലമാവ് ബേസണം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മതി. വൈകുന്നേരം ആയതുകൊണ്ട് അധികമൊന്നും ആരും കഴിക്കില്ല. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലൂടെ വെള്ളം വേണം. ഇപ്പം നമ്മുടെ ബേസൻ നമ്മൾ ഇങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട്, ദോശക്കൊക്കെ കലക്കുന്ന മതി. ഇനി നമുക്കിതിന് ഒരു ചട്നി ഉണ്ടാക്കണം. ഇതിനകത്തേക്കുള്ളതാണ് ഈ 2 മുട്ടയും. അപ്പം ഇതിവിടോട്ട് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, ചട്നി ഉണ്ടാക്കാൻ പിന്നെ മല്ലിയില വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ ഈ ഒരു മുറി നാരങ്ങ വേണം, പിന്നെ ഇച്ചിരി തൈര് വേണം. അപ്പം ഇതെല്ലാം കൂടെ 2-3 പച്ചമുളക് വേണം. പച്ചമുളക് ഞാൻ മിക്സിയിൽ ഇപ്പോൾ വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി ഇനി ഒന്ന് ചട്നി ആക്കിക്കൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2-3 അല്ലി ഇങ്ങനെ വെളുത്തുള്ളി 2-4-5 അല്ലി ഉണ്ട്. ഇത്രയും നമ്മൾ അരച്ചുകൊണ്ട് ഇപ്പം വരാം, തൈരൊക്കെ ഒഴിച്ച്. ഇപ്പം നമ്മൾ നമ്മുടെ ആലു ബോൾസ് നമ്മൾ ആലു എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താണെന്നറിയോ, ഒരു ഇച്ചിരി പനീറും ചീസും എല്ലാം കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്ത് അകത്തെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ആലുവായി ഇച്ചിരി ഉപ്പിടാം. ഒരു സ്വല്പം കോൺഫ്ലവറും കൂടെ വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട്. ഉപ്പിട്ടു, ഒരു സ്വല്പം ക്രഷ് ചെയ്ത മുളക് കൂടി ഇടാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കേണ്ടതാണ്.
അപ്പം നമ്മൾ നമ്മുടെ ആലു പുഴുങ്ങി എല്ലാം തന്നെ കോൺഫ്ലവറും ഒക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്ങിനുള്ള സാധനം ഉണ്ടാക്കാം. അപ്പം ഞാൻ കൈയും കൂടെ ഒന്ന് കഴുകിയിട്ട് വരാമേ. നമ്മളിതിന് പനീർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പനീറിനകത്ത് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു സ്വല്പം ക്യാരറ്റും കൂടി ഞാൻ തന്നെ ഇങ്ങനെ കത്തിരിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. ഒത്തിരി വേണ്ട, ഇച്ചിരി മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇനി അതിനകത്തും ഇച്ചിരി മസാല വേണം. ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ക്രഷ് ചെയ്ത മുളക്, ഇതിനകത്ത് നമുക്കിനി വേണം ഗരം മസാല വേണമെങ്കിൽ ഇടാം. നമ്മൾ ഗരം മസാല ഇടുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിന്. ഇനി നമുക്ക് പിന്നെ ഇച്ചിരി ചീസ് വേണം. ചീസ് വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇച്ചിരി മൈദ കലക്കി എടുക്കണം. അതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പ്, ആ മൈദയുടെ കൂടെ തന്നെ ഒരു ഇച്ചിരി കോൺഫ്ലവർ, പിന്നെ ഒരു ഇച്ചിരി മുളക് ക്രഷ് ഇട്ടു. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് കലക്കിയെടുക്കാം. ഇതിന് ഇച്ചിരി ബ്രെഡ് ക്രംസും വേണം, അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഇനിയും ആലു ഇതെല്ലാം കൂടെ വെച്ചുണ്ടാക്കണേ. ആദ്യമേ നമ്മുടെ ആലു പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊരു ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. കയ്യിലൊട്ടാതെ ഇച്ചിരി എണ്ണയും കൂടെ മുട്ടി ചെറിയ ബോൾസ് ആക്കി നമ്മുടെ ഫില്ലിങ് എടുത്തിച്ചിട്ട് ഇതിനകത്ത് വയ്ക്കണം. ഒരു ചീസിൻ്റെ ഇതും വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് നല്ലോണം മൂടിക്കൊടുക്കണം. ഇതാണ് നമ്മുടെ ബോൾസ്. അപ്പം നമ്മുടെ ഒരു ബോൾസ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ ഈ മൈദ കലക്കിയിട്ടില്ലേ അതിനകത്തോട്ട് ഇതിടാം. ആക്കിയിട്ട് പിന്നെ നമുക്കിതെടുത്ത് ബ്രെഡ് ക്രംസിനകത്ത് ഇടണം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് അങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ ബോൾസും ബ്രെഡ് ക്രംസിനകത്തൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ബോൾസ് എല്ലാം കൊണ്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ പരിപാടിയുണ്ട്, അതും ഒന്ന് ചെയ്തെടുക്കണം.
അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ബോൾസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമ്മൾ നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കാനുള്ളതിനാണ് നോക്കുന്നത്. അതിന് ഇച്ചിരി ഉള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് വഴറ്റുകയാണ്. നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി, സ്വല്പം മുളക് ക്രഷ് ചെയ്തത്, ഇത്രയാണ്. ഇത്ര ഒന്ന് ഇളക്കി. അപ്പം ഞാൻ ഇതിനകത്ത് മുട്ടയാണ് ഇടുന്നത്. മുട്ട തന്നെ ഇങ്ങനെ കദ്ദൂസ് ചെയ്ത് വെച്ചതാണ്. മുട്ട ബ്രെഡിനകത്ത് മുട്ടയുടെ ഫില്ലിങ്ങാണ്. ഇതിന് ഒരിച്ചിരി ഉപ്പിടണം. മതി. അപ്പം ബ്രെഡിൻ്റെ ഫില്ലിങ്ങുമായി നമുക്ക്. അപ്പോൾ അതൊന്ന് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഇനി അടുത്ത ബ്രെഡിൻ്റെ പരിപാടിയാണ്. ബേസൻ്റെ കൂട്ടുന്നുണ്ട് ഞാൻ നമ്മൾ കലക്കി വെച്ചിരുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ബ്രെഡ് അതിലോട്ട് ഒന്ന് ഇതിനകത്തിട്ടൊന്ന് മുക്കിയെടുക്കണം. മുക്കിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ തണ്ട് ഈ ഫ്രൈ പാനകത്ത് ഞാൻ എണ്ണയെല്ലാം തൂത്ത് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് വെച്ചിരുന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ ബ്രെഡ് കണ്ട് ഒരു പീസ് അങ്ങനെ കണ്ടോ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഇതുപോലൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരെണ്ണം ഉണ്ടാക്കാൻ 2 പീസ് വേണം. അപ്പോൾ നമ്മളത് അതിനുള്ള ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം നമ്മൾ ഇതിൽ ഈ ഹരി ചട്നി തേക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് എല്ലാം വെന്തതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ഈ മറ്റേ പീസിൽ ചട്നി ഈ ഫില്ലിങ്ങും ഇതും എല്ലാം കൂടെ നമുക്ക് വെച്ച് ഇത് ചട്ടിനുള്ളട പുറമെ ഇവിടെ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നോക്ക് നമ്മുടെ ബ്രെഡ് പിസ്സ എങ്ങനെയായിരുന്നു നോക്കിയേ. അടിപൊളിയായിട്ടില്ലേ എന്നൊക്കെ. പിസ്സയോ സാൻഡ്വിച്ചോ എന്ത് വേണേലും പേരിടാം ഇല്ലയോ. അങ്ങനെ അപ്പം ഇനി ഇതൊക്കെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കിയിട്ട് ഇതേ മുറിച്ച് നോക്കാം. നഖമൊക്കെ ഇങ്ങനെയാണ്. അതും റെഡിയായി. നമ്മുടെ ബോൾസും റെഡിയായി. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ഒരു ചായയും കൂടെ ഒക്കെ ഇട്ടിട്ടൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം സെർവ് ചെയ്തിട്ടൊക്കെ ഇപ്പം വരാമേ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ചീസ് ബോളും പിന്നെ നമ്മുടെ മുട്ടയെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്ക്. അപ്പം എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ടൊക്കെ പറയണം. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മുമ്പോട്ട് വിടുക. അത് തന്നെ പോലെ നിങ്ങളും ഉണ്ടാക്കി കഴിക്കണം ഇതൊക്കെ. അപ്പം ഞങ്ങളും കഴിച്ചിട്ട് ഇപ്പോൾ ഉടനെ വരാമേ. അതുവരെ ബൈ.